റീൽസിൽ ഫോളോവേഴ്സ് ഉള്ളവരാണ് സിനിമയിൽ കൂടുതലും ആക്റ്റീവായിട്ടുള്ളത്. അത് ശരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, റീൽസിന്റെ ഫോർമാറ്റ് പറ്റി സിനിമ വന്നു കഴിഞ്ഞാൽ പണി പാടും. മനസ്സിലായി? റീൽസിൽ ഒരു 2-30 സെക്കൻഡിനകത്ത് അഭിനയിക്കുന്ന രീതി വെച്ചുകൊണ്ട് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പണി പാടും. അപ്പൊ സിനിമ എന്നുള്ള മീഡിയം മനസ്സിലാക്കി അഭിനയിച്ച് ഓക്കെയാണ്. നമ്മളിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന രീതി വെച്ചിട്ട് സീരിയലിൽ പോയി പണി പാടും. സീരിയൽ അഭിനയിക്കുന്ന വെച്ചിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ പണി പാടും. സ്റ്റേജിൽ മിമിക്രി ചെയ്യുന്ന ആൾക്കാർ സ്പീഡിൽ പോട്ടെ ആ പരിപാടി വെച്ചിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ പണി പാടും. സിനിമ കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന പരിപാടി വെച്ചിട്ട് നമ്മൾ റിയലിസ്റ്റിക് സിനിമയിൽ പോയി പണി പാടും. റിയലിസ്റ്റിക് സിനിമയുടെ അഭിനയ രീതി വേറെയാണ്. ആർട്ട് ഫിലിമിന്റെ ഓരോന്നിനും ഓരോ മീഡിയ മനസ്സിലാക്കി അഭിനയിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു. തമാശ പറഞ്ഞല്ല, നമ്മൾ ആദ്യം ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ കലന്തന്റെ തിടക്കൊക്കെ ചോദിക്കും, ഇത് ആരായി ജോർജ് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു ഒരാളെ അവതരിപ്പിക്കും, ഞെട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സംഭവം കുട്ടേട്ടം വരുമായിരിക്കും, അല്ലെങ്കിൽ സിദ്ധിക്കേട്ടം വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അവസാനം അവതരിപ്പിച്ചില്ലേ. അപ്പോൾ ഞാൻ അദ്ദേഹം ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷേ വളരെ ഗംഭീരമായിട്ട് വേഗം ഡബിങ്ങല്ലേ ചെയ്തത്. ഡബിങ് അത് ഞാൻ പറഞ്ഞു ഇക്ക് തന്നെ ഡബ് ചെയ്യണം. കാരണം പുള്ളിക്കൊരു എറണാകുളം ആലുവ പരിപാടി സ്നാക്കൊക്കെ ഉണ്ട്, വളരെ നാച്ചുറലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇതൊരു ഇറ്റ്സ് എന്താണ് വെർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എൻ്റെ ഈ ഷോർട്ട് ഫിലിമിൽ ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ ഷോർട്ട് ഫിലിം എന്തായാലും ഇത് കാണുമ്പോൾ 100% ഒരു മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർ എന്തായാലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കുമെന്നൊരു വിശ്വാസം എനിക്ക്. അത്രമാത്രം ഒരു ആയത്തുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതൊരു വിശ്വാസം എനിക്ക്. ഒരു കുട്ടിയെങ്കിൽ നന്നായാൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലേ. ലഹരി മരുന്നിന് പോലീസുകാരുടെ അതായത് ഒത്തിരി പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തുന്നത്. അതായത് അവര് ഒത്തിരി ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. ആ രീതിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമയിൽ ഇന്നത് വേണം എന്നുള്ള തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്തെങ്കിലും? ഇല്ല, അതൊന്നും ആവശ്യപ്പെട്ടില്ല. കാരണം കഥ പോലീസ് ഓഫീസർമാരൊന്നും അതിനെപ്പറ്റി യാതൊരു എനിക്ക് എന്റെ ഉത്തരവാദിത്തം കൂടി തന്നെ മാത്രമാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത്. ബാലാജിയുടെ ഒത്തിരി പോലീസ് സ്റ്റേഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടിട്ട് ആള് അതിനകത്ത് തറവാണ്, അല്ലെങ്കിൽ ആള് ചെയ്യുക പെട്ടെന്ന് അല്ല. ബാലാജിനെ സംബന്ധിച്ചിടത്തോളം ബാലാജി ഞാൻ തമ്മിൽ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. ഞങ്ങള് അത്രയും എനിക്കിഷ്ടമാണ് ബാലാജി. ബാലാജി ഒരു ബെസ്റ്റ് ആക്ടറാണ് 100%. കാരണം ബാലാജി ഇതിൽ അഭിനയിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഞാൻ കൊണ്ടുവന്ന പുതുമുഖ നടനാണ് സലീം ഖാൻ. അപ്പൊ സലീം ഖാർക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ അത് ബാലാജി കൂടി നേരത്താന്നുള്ള രീതിയിൽ തന്നെയാണ് ബാലാജിനെ ഞാൻ സലീം ഖാനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ തിരഞ്ഞെടുത്തതിൽ ഏറ്റവും വലിയ 2 വ്യക്തികളാണ് സലീം ഖാൻ ഈ പറഞ്ഞ ബാലാജി. ഇതിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പം ചോദിച്ചു മൂവിയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞ മൂവി പോലത്തെ ഒരു സിനിമയാണ്, ഷോർട്ട് ഫിലിമാണോ. അപ്പൊ പുള്ളിക്ക് ഒരു താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ പുള്ളി അഭിനയിച്ച് സീന് കണ്ടപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ എന്നിട്ട് പറഞ്ഞു, നീ ഇതോടെ രക്ഷപ്പെടും, നോക്കാം. അതെ, ഈ ഒരു ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അതിനെ ഒരു സ്നേഹം അറിയിക്കട്ടെ. ഈ വർക്കിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ കാണുന്നവർ തന്നെയാണ് ഇതിനെ ഒരു വിലയിടേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള സ്നേഹവും സന്തോഷമൊക്കെ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഒരു 20 മിനിറ്റിന്റെ ഷോർട്ട് ഫിലിം ആണെങ്കിലും അതിലെ ബിന്നി എന്ന കഥാപാത്രത്തിന് 1-2 എന്താ പറയാ ഷെയ്ഡ് മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് എനിക്കത് ഇപ്പൊ റിവീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നതെന്ന്. അത്രയല്ല പറയുന്നത്. ബിന്നി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളതിൻ്റെ കണ്ടന്റാണ് നോക്കുക. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നതിനേക്കാൾ പോയ ആ സ്റ്റോറി എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്. നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, പോലീസുകാരുടെ മക്കൾ പോലും അല്ലെങ്കിൽ പോലീസുകാരുടെ മക്കൾ ഇതിലൊന്നും പെടില്ല എന്നൊരു
മിഥ്യാധാരണയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സന്ദേശത്തിൽ പറയുന്നത് ഈ ഒരു മെനാസിൽ ആരും പിന്നെ ഒഴിവാക്കപ്പെടില്ല, എല്ലാവരുടെ മക്കൾക്കും ഇത് സംഭവിക്കാമെന്നൊരു സന്ദേശം കൂടി അതിനകത്തുണ്ട്. അതാണ് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിച്ചേക്കുന്നത്. ആനേക്കാട് പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റോറിയുടെ കണ്ടന്റ് അതാണ്. ബാലാചേട്ടൻ കഥാപാത്രങ്ങൾക്ക് ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണെങ്കിൽ ചെറിയ കഥാപാത്രമാണോ വലിയ കഥാപാത്രമാണോ എപ്പോഴും കേൾക്കണം. ആ കാരിയോഗ്രാഫ് എപ്പോഴും നോക്കാം. സംവിധാനം ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അദൃശ്യം. അപ്പോ അദൃശ്യത്തില് ഞാൻ ആദ്യം കഥ പറയുന്നത് വിനോദ് ഗോപനോടാണ്. അപ്പൊ ഞാൻ വിനോദ് ഗോപനോട് പറഞ്ഞു ഈ കഥ നിങ്ങൾ ഡയറക്ട് ചെയ്തു. പുള്ളി പറഞ്ഞു നിങ്ങൾ ഡയറക്ട് ചെയ്താണ്. വിനോദ് ഗോപൻ ഇവിടെ ഉണ്ട്, സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. വിനോദ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, എൻ്റെ ആദ്യത്തെ നായകനാണ്. താങ്ക് യു വിനോദ്. വിനോദേ പ്ലീസ് കം. ഒരു ഇങ്ങോട്ട് വരിക മനുഷ്യ, നിങ്ങളൊക്കെ ഉണ്ടായിട്ട്. ബഹുമാനിക്ക നമസ്കാരം. ബഹുമാനിക്ക ബഹുമാനിക്ക എന്നോട് വരും. ബഹുമാനിക്ക ഇങ്ങോട്ട് വായിക്ക. വാ വിനോദ, ഇങ്ങോട്ട് വാ വിനോദ. നമ്മുടെ ഇവിടെ ഉള്ള സദസ്സിൽ ഇത്രയും സാധിക്ക എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബഷീർക്ക എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു വ്യക്തിത്വമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമ അദൃശ്യം എന്നൊരു സിനിമ. അതിൻ്റെ കഥ വന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വളരെ മനോഹരമായിട്ട് ഈ ജാനകിക്കാടിൽ വെച്ചൊക്കെയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അത് വലിയൊരു പ്രത്യേകതയാണ്. ആ സിനിമ മമ്മൂക്കയുടെ ഫേസിലൂടെയാണ് റിലീസ് ചെയ്തത്. മമ്മൂക്കയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയായിരുന്നു. ഞാൻ അന്ന് ബഷീറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇനി ഷോർട്ട് ഫിലിം ചെയ്യേണ്ട ഒരു സിനിമ ചെയ്യൂ എന്ന്. വീണ്ടും ബഷീർക്ക് സിനിമ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വൻ വിജയമാവട്ടെ. അതിനുശേഷം ബഷീർക്കൊക്കെ ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതെ, അദ്ദേഹം വിളിച്ചിട്ട് ബോംബിടില്ല. ഒരു മനോഹരമായ കഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതിനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു. എൻ്റെ ടൈറ്റിൽ തന്നെ മനോഹരമായ ടൈറ്റിലാണ്. ആ സിനിമയിൽ നടന്നു കഴിഞ്ഞാൽ വലിയൊരു അഭിപ്രായമുള്ള സിനിമയായിട്ട് മാറും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും ജാനകിക്കാടിൻ്റെ ഫിലിം പ്രൊഡ്യൂസർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതൊരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.